ആരോടും അമിതമായ സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത്. കാരണം ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണുമെന്ന തോന്നലുള്ളതുകൊണ്ടാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങളെ വിജയം നേടാൻ സഹായിക്കുന്ന, അതിനായി കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തണം. മറ്റു കൂട്ടുകാരെ പിണക്കാതെ ചെറിയ അകലം പാലിച്ച് കൂടെ നിർത്തുക. മാറ്റേണ്ടതെല്ലാം മാറ്റുക തന്നെ വേണം. മാറാതെ ഇരിക്കാൻ നാം ആരും കല്ലും മരവുമല്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ ജീവിക്കുന്ന സ്ഥിതിയോ സ്ഥലമോ ഇഷ്ടമല്ലെങ്കിൽ മാറാനുള്ള ശ്രമം നടത്തണം. സമയം മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായ സാഹചര്യത്തിൽ എത്തിക്കും. അതിനായി സമയത്തിന് കുറച്ചു സമയം കൊടുക്കാനുള്ള ക്ഷമ കാണിച്ചാൽ മാത്രം മതി. ക്ഷമയോടെ കാത്തിരിക്കുക. മികച്ചത് ലഭിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. നിങ്ങൾ ഒരാളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അയാൾ നിങ്ങളുടെ ജീവിതത്തെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ വളർന്നു വരുന്നില്ല എന്ന് തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരെ നോക്കിയാൽ മതി. ആരും നിങ്ങൾക്കായി നിലകൊള്ളാത്തപ്പോൾ പൂർണ്ണ ആർജവത്തോടെ നിങ്ങൾ തന്നെ നിങ്ങൾക്കായി നിലകൊള്ളണം. ആളുകൾ എന്ത് കരുതുമെന്നോർത്ത് വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ ആകില്ല. നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിൽ ആരും നിങ്ങളെ പിന്തുണയ്ക്കാൻ വരില്ല. എന്നാൽ ഒരിക്കൽ നിങ്ങൾ വിജയിക്കുന്നത് കണ്ടാൽ എല്ലാവരും നിങ്ങളുടെ പിന്നാലെ വരും. ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴി സ്വീകരിക്കരുത്. കാരണം ദുർഘടമായ വഴിയിലാണ് കൂടുതൽ അനുഭവം ഉണ്ടാകുക. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ മനസ്സ് നിങ്ങളെ ഭരിക്കും. വിജയവും പരാജയവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. രണ്ടും എപ്പോഴും കൂടെ ഉണ്ടാകില്ല. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി കരയരുത്. അയാളെക്കാൾ മികച്ച ഒരാളെ കിട്ടാൻ അവസരം കിട്ടിയതോർത്ത് നിങ്ങൾ സന്തോഷിക്കുക. ആരോടും അമിത സ്നേഹമോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നത് എന്തും മനുഷ്യൻ വില കുറച്ചേ കാണുകയുള്ളൂ.